ഇന്ത്യൻ സൂപ്പർ ലീഗ് വിട്ടുപോകുന്ന ചില വിദേശ താരങ്ങൾ അവരെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യ താരം മിലോസ് ട്രിഞ്ചിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമാണ്. കഴിഞ്ഞ 2 സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ ബാക്ക് പൊസിഷനിലാണ് ഈ ഒരു മോണ്ടിനീഗ്രൻ താരം കളിച്ചിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുമെന്നുള്ളത് ഒഫീഷ്യലി കൺഫർമേഷൻ വന്നതാണ്. എനിവേ അദ്ദേഹം തായ്ലൻഡ് ടോപ്പ് ടയർ ക്ലബ്ബായിട്ടുള്ള BG പത്തും യുണൈറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സിലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു തായ് ലീഗ് എന്ന് പറയുമ്പം ISL-നേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ലീഗാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ചും കൂടി ഇൻറ്റൻസിറ്റി ഉള്ള, കുറച്ചും കൂടി ഇപ്പം സ്കിൽഫുൾ ആൻഡ് സ്പീഡി പ്ലെയേഴ്സൊക്കെയാണ്. അപ്പം അവിടെ അദ്ദേഹം എങ്ങനെ വർക്കൗട്ട് ആയി വരും എന്നൊക്കെ ഉള്ളത് നമുക്ക് തീർച്ചയായിട്ടും കാണാം. 26 വയസ്സായിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു നീണ്ട കരിയർ ഇനിയും അദ്ദേഹത്തിന് മുൻപിലുണ്ട് എന്നുള്ളതാണ്. കരിയറിലൊരു അപ്ഗ്രേഡ് ചെയ്യുന്ന തരത്തിൽ ഇപ്പോൾ ISL-നേക്കാൾ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ലീഗിൽ പോകുന്നു എന്ന് പറയുന്നതും വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി ക്വാമി പെപ്ര എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു വിദേശ താരം കഴിഞ്ഞ 2 സീസണുകളിൽ അദ്ദേഹവും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഗനായൻ സെൻട്രൽ ഫോർവേഡ് ആയിട്ടുള്ള ഒരു താരമാണ്. ഇദ്ദേഹം പോകുന്നത് കംബോഡിയയിലേക്കാണ്. കംബോഡിയൻ ടോപ്പ് ടയർ ക്ലബ്ബായിട്ടുള്ള PKR സ്വാങ് റിങ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബ്ബാണ്. നിലവിലെ ആ ഒരു ലീഗിലെ ചാമ്പ്യൻസ് ആയിട്ടുള്ളൊരു ടീമാണ്. അതുകൊണ്ട് തന്നെ AFC ചാൻസസ് എന്താണെങ്കിലും ഉണ്ട്. ബ്ലാസ്റ്റേഴ്സിൽ കുറച്ചും കൂടി ഒരു യങ് പ്ലെയർ എന്ന നിലയിലൊക്കെ വന്നിട്ടാണ് കഴിഞ്ഞ 2 സീസണുകളിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. ആ കംബോഡിയൻ ലീഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യയിൽ കുറച്ച് പ്രോഗ്രസ്ഡ് ആയിട്ട് വരുന്ന ഒരു ലീഗാണ്. സമീപകാലത്തൊക്കെ അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ കണ്ടിരുന്നു. ബെറ്ററായിട്ട് വരുന്നൊരു ലീഗ് എന്ന നിലയിൽ പറയപ്പെടുന്നൊരു ലീഗാണ് കംബോഡിയൻ ലീഗ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ആ ഒരു ലീഗിൽ പോയി നമുക്ക് നോക്കാം ഒരു സക്സസ് ഒക്കെ ഉണ്ടാക്കുമോ എന്നുള്ളത്. അടുത്തത് അസ്മിർ സുൽജിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ബോസ്നിയൻ താരമാണ്, വിങ്ങറാണ്. അദ്ദേഹം പഞ്ചാബ് FC-യിലാണ് ലാസ്റ്റ് സീസണിലൊക്കെ കളിച്ചത്. 33 വയസ്സുകാരനായിട്ടുള്ള താരം. ലാസ്റ്റ് സീസണിൽ 4 ഗോൾ 4 അസിസ്റ്റും ഒക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ISL-ൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള പ്ലെയർ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അദ്ദേഹം ജഗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹംഗേറിയൻ സെക്കൻഡ് ടയർ ക്ലബ്ബിലേക്കാണ് പോകുന്നത്. മുമ്പ് അദ്ദേഹത്തിന് ഹംഗേറിയൻ ലീഗിലേക്ക് കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഹാവി ഹെർണാണ്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പാനിഷ് പ്ലേ മേക്കറാണ്. ISL കണ്ട വൺ ഓഫ് ദി ബെസ്റ്റ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിൽ ഒരാളെന്ന് തന്നെ നിസ്സംശയം പറയാം. ഇപ്പം 36 വയസ്സായി കഴിഞ്ഞു. ലാസ്റ്റ് സീസണിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ജംഷഡ്പൂർ FC-ക്ക് വേണ്ടി 9 ഗോളും 3 അസിസ്റ്റും കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. ISL മൊത്തത്തിലെ കണക്ക് തന്നെ നോക്കി കഴിഞ്ഞാൽ 125 മത്സരങ്ങൾ 30 ഗോളും 20 അസിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ള നമ്പറുണ്ട്. അദ്ദേഹം പോകുന്നത് സ്പാനിഷ് ഫോർത്ത് ടയർ ക്ലബ്ബായിട്ടുള്ള RSD അൽക്കാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബിലേക്കാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തന്നെ നിലനിന്നേക്കും, ചെന്നൈയിൻ FC-യിലേക്ക് എന്നുള്ള തരത്തിലൊക്കെ റൂമേഴ്സും കാര്യങ്ങളും വന്നതാണ്. എന്നാൽ അദ്ദേഹം ISL-ലേക്ക് ഇല്ല, അദ്ദേഹം തൻ്റെ നാടായിട്ടുള്ള സ്പെയിനിൽ തന്നെ തുടരാം എന്നുള്ളതാണ്. അദ്ദേഹം അറിയാമല്ലോ, ഒരു നല്ല പ്ലേ മേക്കറാണ്, ലോങ് റേഞ്ച് ഗോളുകൾക്ക് പേര് കേട്ട താരമാണ്, സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റാണ്. ഇങ്ങനത്തെ പല എബിലിറ്റീസ് ഉള്ള ഡിഫറെൻറ്റ് ക്ലബ്സിൽ കളിച്ച് ISL ദീർഘകാലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു താരമാണ്. മറ്റൊരു താരം ജോർദൻ വിൽമർ ഗിൽ എന്ന് പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് സീസണിൽ ചെന്നൈയിൻ FC-യിൽ കളിച്ചിട്ടുള്ള ഒരു താരമാണ്. ലാസ്റ്റ് സീസണിൽ അദ്ദേഹത്തിന് നല്ല നമ്പർ, ഇപ്പം 23 മത്സരങ്ങളും 10 ഗോൾ 1 അസിസ്റ്റും അത്യാവശ്യം നല്ലൊരു നമ്പർ തന്നെയാണ്. ഈ ഒരു കൊളംബിയൻ സ്ട്രൈക്കർ മുമ്പ് പഞ്ചാബ് FC-ക്ക് വേണ്ടി, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടിയും ഒക്കെ കളിച്ചിട്ടുള്ള ഒരു താരമാണ്. ഇദ്ദേഹം ഒരു ഹോണ്ടുറാസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലബ്ബാണ്. മൊട്ടാഗുവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പ് ടയർ ക്ലബ്ബ് തന്നെയാണ്. ഈ ഒരു ക്ലബ്ബിലേക്കാണ് ഒരു കൂടുമാറ്റം നടത്തുന്നത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം ഈ താരങ്ങൾ, അതായത് ISL-ലെ ചില പ്രധാന വിദേശ താരങ്ങളുടെ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കൂടുമാറ്റത്തെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ ഒരു കണക്ഷൻ സൈനിങ് ഓഫ്.